മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തിയ കേസിൽ ഡൽഹി സർവകലാശാല പ്രൊഫസർ GN സായിബാബയ്ക്ക് ആശ്വാസം. കുറ്റമുക്തനാക്കിയ ബോംബെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ മഹാരാഷ്ട്ര സർക്കാരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സായിബാബ ജയിൽ മോചിതനായത്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഒരു തവണ കുറ്റമുക്തനാക്കി അപ്പീൽ പോയി, പിന്നെയും ജയിലിലാക്കി, അടുത്ത തവണ കുറ്റമുക്തനാക്കി അപ്പീൽ പോയി, വീണ്ടും ജയിൽ മോചിതനാക്കി. അപ്പോൾ സായിബാബ പുറത്തിറങ്ങി നടക്കുന്നത് ആർക്കൊക്കെയോ വലിയ പ്രശ്നമാണ്. അദ്ദേഹം വീൽ ചെയറിലാണെങ്കിലും. അച്യുതൻ, തീർച്ചയായിട്ടും ഹാഷ്മി, ഈ മാവോയിസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വീണ്ടും GN സായിബാബയെ കുറ്റവിമുക്തനാക്കിയത്. ഇതിന് പിന്നാലെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയുണ്ടായി. ആ അപ്പീൽ ഇന്ന് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഈ ഒരു കാര്യം, അതായത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ആവശ്യത്തിൽ ഒരു വിസമ്മതം അറിയിച്ചത്. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലാണ് വിസമ്മതം സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ ന്യായമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും ഒരു അടിയന്തരമായിട്ട് ഇത് പരിഗണിക്കേണ്ട എന്നൊരു നിലപാടിലാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ഹൈക്കോടതി, അതായത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കി ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും അന്ന് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതി സമീപിക്കുകയും ഒടുവിൽ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വിശദമായി പരിശോധിക്കാൻ ഉള്ള നിർദ്ദേശവും അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ അടയ്ക്കുന്ന രീതിയിലൊരു ഉത്തരവായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതിലാണ് ഈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വിശദമായി പരിശോധന നടത്തിക്കൊണ്ട് വീണ്ടും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ അതിലാണ് ഈ സർക്കാർ, മഹാരാഷ്ട്ര സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇതിലൊരു അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അത് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി.